നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾക്ക് അയർത്തി വർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരിക്കുന്ന ഓരോ സ്ത്രീകൾ തൻ്റെ കഴിവുകളും തന്നെ ചുരുക്കുന്ന സ്വരങ്ങളിൽ പുറത്തു വരാനായിട്ട് ജനുവരി 4-ാം തീയതി 2025 മഞ്ചേശ്വരിൽ നിന്ന് ആരംഭിച്ച സാഹസ് മഹിള യാത്ര നമുക്കറിയാം ഇവിടെ എത്തിയിരിക്കുകയാണ്. ജില്ലയിൽ തന്നെ രണ്ടാം ഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ 77 മണ്ഡലം പിന്നിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇവിടെ എത്തുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ രണ്ട് സർക്കാരുകളിൽ ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ കടന്നു പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലും പല കാര്യങ്ങൾ അറിഞ്ഞാൽ പോലും നമ്മളത് പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ മനസ്സ് ജ്വലിച്ചുകൊണ്ട് അവരുടെ പ്രതികരണം പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊരു മനോഭാവത്തോടുകൂടി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിത്വ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജബീൽ ഹനത്ത് MP കൂടിയായിരിക്കുന്ന തൻ്റെ കഴിവുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ജില്ലയിൽ ഉടനീളം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ നമുക്കറിയാം ജനുവരി 4-ാം തീയതി ആരംഭിച്ച യാത്രയിൽ പല സ്ഥലങ്ങളിൽ എത്തിച്ചു വരുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സഹകരണം ലഭിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ലതിക ശിശുപാലിന്റെ നേതൃത്വത്തോടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ യാത്രയ്ക്ക് ഈ സാഹസ യാത്രയ്ക്ക് സ്വാഗതം ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ പഞ്ചായത്തുകളും എല്ലാവരും നേരിട്ടിരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ജനപ്രതിനിധികളൊക്കെ മുഖബുദ്ധിയായിട്ട് നിൽക്കുന്ന സാഹചര്യം, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിലൊക്കെ ഫണ്ടുകളൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, നമുക്കറിയാം മയക്കുമരുന്നും മദ്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ആരും ശബ്ദിക്കുന്നില്ല. സ്ത്രീകൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വന്നാൽ നമുക്കറിയാം ഇതിലൊക്കെ ഈ വരുന്ന കാലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ അതിന് പ്രതിഫലം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ ആത്മാർത്ഥമായിട്ട് കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്നതിൽ മനോഹരമായിട്ട് ഈ ജാഥയ്ക്ക് സംഘടിപ്പിക്കാനും വളരെ നല്ല രീതിയിൽ മുൻകൈയെടുത്ത് നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മണ്ഡല മഹിളാ കോൺഗ്രസിനെ കറുട്ടി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കറുട്ടി മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ലതിക ശിശുകുമാറിനെ ആദ്യമായിട്ട് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ സർക്കാരുകൾ നടത്തുന്ന ഒരു ജനദ്രോഹ നടപടികൾക്ക് വളരെ ക്ഷീണമായിട്ടും വളരെ തീവ്രമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പുറത്തുവിടുവാനായിട്ട് വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് സമരമുറയിലേക്ക് ഉന്നയിക്കുന്നതിൽ നടക്കുന്ന നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ ഷിഹാസ് അവരുടെ യോഗത്തിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമുക്കറിയാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സാഹസ് യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹിളകൾക്ക് ഒരു സാഹസം തന്നെയാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ ജനങ്ങളെ അടുത്തിറങ്ങിയാണ്. നമുക്കറിയാം എറണാകുളത്തേക്ക് സംഘടിപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. പക്ഷെ ഓരോ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സമ്മതിക്കാൻ ഇത്രയധികം സമയമെടുത്തുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരു രാജ്യസഭ MP കൂടിയാണ്. എന്നാൽ കൂടി സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ജനങ്ങളെ മഹിളകളെ നേരിട്ട് കണ്ടവരെ സമ്മതിക്കാനായിട്ട് എടുത്ത എഫർട്ട് എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്. പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും ഇത് നമുക്കറിയാം ഏകദേശം 1474 മണ്ഡലങ്ങൾ സമാപിച്ചു കഴിഞ്ഞ് നമ്മുടെ പാഠശാലയിൽ എത്തിച്ചേരുമ്പോൾ നമുക്കറിയാം ജനങ്ങൾ സാധാരണ തലത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ സർക്കാരുകളുടെ ഇപ്പോൾ നടക്കുന്ന ജനദ്രോഹങ്ങളുടെ എല്ലാം മുഖച്ഛായ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നേതൃത്വം നമ്മുടെ സംസ്ഥാന മഹിളാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബീൽ ഹനത്ത് അവരുടെ യോഗത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു.